ഹിന്ദുസ്ഥാൻ പവർ ലിങ്കിന്റെ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തട്ടിപ്പിനിരയായ ഇടുക്കി സ്വദേശിയായ ആൽബിൻ നമുക്കൊപ്പം തത്സമയം ഹലോ മലയാളത്തിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ആൽബിൻ, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? ആൽബിൻ, ഇപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിനെ നടുക്കത്തോട് മാത്രമേ നമുക്കൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ആൽബിൻ. എന്തൊക്കെയാണ് ആൽബിൻ അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇതേ സ്ഥാപനത്തിന്റെ തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ബ്രാഞ്ചിലായിരുന്നു എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. പോസ്റ്റിംഗ് അല്ല, നമ്മൾ പത്രപരസ്യം കണ്ടിട്ടാണ് നമ്മൾ അവിടെ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മളോട് പറയും 6 മാസത്തെ ട്രെയിനിങ് ഉണ്ട് എന്ന് പറയും. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇവർ നമ്മളോട് പറയില്ല. നമ്മൾ പിന്നീട് ഒന്നെങ്കിൽ നമ്മൾ വീട്ടിൽ പോയതിനു ശേഷം തിരിച്ച് നമ്മുടെ ബാഗും സാധനങ്ങളും ഒക്കെ ആയിട്ട് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഇവരോട് ഈ പറഞ്ഞ പോലെ ഫീൽഡിൽ പോവുക, അതായത് സാധനങ്ങൾ വിൽക്കാനായിട്ട് വീടാന്തരം കയറി ഇറങ്ങി ഇതായിരിക്കും ജോലി എന്നുള്ളത് നമ്മൾ ആക്ച്വലി ഇവരുടെ ആ കെണിയിൽ വന്ന് വീണതിന് ശേഷമാണ് അറിയുന്നത്. അതുപോലെ നമ്മുടെ ഫോണ്, അതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് വീട്ടിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഇവർ മേടിച്ചു വെക്കും. എന്നിട്ട് പറയും അത് ട്രെയിനിങ്ങിന്റെ ഭാഗമാണെന്ന് പറയും. പേഴ്സണൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് പിന്നെ നമുക്ക് വീട്ടിൽ കൊടുക്കുന്ന ഒരു കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിലെ കോണ്ടാക്ട് നമ്പർ ആയിരിക്കും. ആ കോണ്ടാക്ട് നമ്പർ നമ്മുടെ വീട്ടിൽ നിന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവർ എപ്പോഴും ആ കോളുകൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഫുൾ ടൈം ഒരാള് നമ്മുടെ ചുറ്റും ഇങ്ങനെ നടപ്പുണ്ടാവും. നമ്മൾ എന്താണ് സംസാരിക്കുന്നത്, അതായത് നമ്മൾക്ക് ഇവർക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് ഏത് കാലയളവിലാണ് ആൽബിൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തത്? സ്ഥാപനത്തിൽ ജോലി ചെയ്തത് 2015 ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2015 തൊട്ട് ഓൾമോസ്റ്റ് ഒരു 2017 വരെ, 2018 പ്രളയത്തിന്റെ സമയം വരെ ഞാൻ ഈ അതായത് ഏറെക്കുറെ ഒരു 3 വർഷത്തോളം ആൽബിൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ഈ പീഡനം നടത്തുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ കാശ് തരാതെ നിങ്ങളെ വലയ്ക്കുക, അതുപോലെ ഫോൺ പിടിച്ചു വെക്കുക, ഇതൊക്കെ കൊണ്ട് ഈ കമ്പനി ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? കമ്പനി ലക്ഷ്യമിടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഫീൽഡ് ട്രെയിനിങ്, അതായത് ഈ വീടാന്തരമുള്ള സെയിൽസ് എന്നുള്ളത് നമ്മൾ വീട്ടിൽ അറിയിക്കരുത്. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഈ അവസ്ഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വീട്ടുകാർ നമ്മളോട് തിരിച്ചു പോരാൻ പറയും. സോ അതുകൊണ്ട് തന്നെ നമ്മളത് വീട്ടിൽ അറിയിക്കരുത് എന്നുള്ളതാണ് പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങൾ, ഇവരവിടെ സ്ഥാപനത്തിൽ നടത്തുന്ന മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിനേക്കാൾ ഈ പുറത്തു വന്നതൊന്നുമല്ല, ഇതിനേക്കാളും വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. ഇതിനേക്കാൾ മോശപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ സ്ഥാപനങ്ങളിൽ. ഇവരുടെ സ്ഥാപനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്നലെ കണ്ട ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്ന അതിന്റെ ഓണർ ജോയ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഡയറക്റ്റ് ബന്ധമൊന്നും ഇല്ല എന്ന് പുള്ളി വാദിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പുള്ളിയുടെ ഉറപ്പെന്താണെന്ന് ചോദിച്ചാൽ ലീഗൽ സൈഡില് ബന്ധമൊന്നും ഇല്ല എന്നുള്ളത് പുള്ളി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അതിന്റേതായ പഴുതുകളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, എനിക്ക് ബന്ധമില്ല. ആൽബിനെ ഈ കമ്പനി ഉടമ ജോയ് ജോസഫ് ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടിരുന്നു. അതിന്റെ ശബ്ദം നമ്മൾ കേട്ടതുമാണ്. ഇയാൾ എന്തിനാണ് ആൽബിനെ വിളിച്ചത്? എന്റെ കയ്യില് ഇവരുടെ സ്ഥാപനത്തില് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇയാൾ എന്നെ ഒരുപാട് ഇട്ട് വലച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും ലാസ്റ്റ് അറ്റ കൈ എനിക്ക് രക്ഷയില്ലാതെ വന്നപ്പോൾ ഞാൻ ഈ വീഡിയോ ഇയാൾക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ അതിന് തൊട്ട് പിന്നാലെയാണ് പുള്ളി എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തത്. എന്നിട്ട് എന്നോട് ഇങ്ങനെ നീ നശിച്ചു പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ ഒരു വേണു എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ഒരു സ്റ്റാഫ് ഉണ്ട്. അയാള് എനിക്കെതിരെ ഡീഫോമേഷൻ എന്നും പറഞ്ഞിട്ട് ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഫസ്റ്റ് ആ കംപ്ലൈന്റ് കേട്ടിട്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിപ്പിച്ച SI അന്ന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുകയും 3 ദിവസം കഴിഞ്ഞപ്പം ഇതേ ആള് തന്നെ വേറെ കുറച്ച് രാഷ്ട്രീയക്കാരെയും അതുപോലെ തന്നെ മറ്റ് കുറച്ച് ഹോൾഡ് ഉള്ള കുറച്ച് ആയിട്ട് വന്നതിന് ശേഷം 3ാമത്തെ ദിവസം വീണ്ടും എന്നെ പിടിച്ച് അവിടെ കുടുക്കി. എന്നിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോസ് ഒക്കെ അവര് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. ആൽബിനിലേക്ക് വരും മണിക്കൂറുകളിലും വളരെ വിശദമായി തന്നെ വരാം. കാരണം ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അത് തൊഴിലാളികളോട് കാണിക്കുന്ന അതിക്രൂരത അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. തൊഴിലാളികൾക്കൊപ്പം തന്നെയാണ്, ആ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെയാണ് ന്യൂസ് മലയാളം. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത അത്രയേറെ റിസ്ക് എടുത്ത് ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. ഇപ്പോൾ ഈ പീഡനം നേരിട്ട ഉദ്യോഗാർത്ഥി ആൽബിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടതും.